ഓം നമ ശിവായ. നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വളരെ സ്നേഹത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നാളെ 2024 മെയ് മാസം 7-ാം തീയതി ചൊവ്വാഴ്ച ദിവസം 1799 മേടമാസം 24-ാം തീയതി ഇന്ത്യൻ തീയതി വൈശാഖ മാസം 17-ാം തീയതി. നാളത്തെ സൂര്യോദയം രാവിലെ 6:09 അസ്തമയം വൈകുന്നേരം 6:28 നാളത്തെ തിഥി ചതുർദശി തിഥിയാണ്. നാളത്തെ ഉദയാൽപരം നക്ഷത്രം അശ്വതി നക്ഷത്രം. അശ്വതി നക്ഷത്രം ആരംഭിക്കുന്ന സമയം തിങ്കളാഴ്ച വൈകുന്നേരം 5:44 അശ്വതി നക്ഷത്രം അവസാനിക്കുന്ന സമയം ചൊവ്വാഴ്ച ഉച്ച കഴിഞ്ഞ് 3:34 അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ അശ്വതി നക്ഷത്ര ജാതകരാണ്. അശ്വതി നക്ഷത്രം എന്ന് പറയുന്നത് മേടക്കൂറിൽപ്പെട്ട നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രം ദേവഗണത്തിൽപ്പെട്ട പുരുഷ നക്ഷത്രമാണ്. ഈ നക്ഷത്രത്തിൻ്റെ ദേവത എന്ന് പറയുന്നത് അശ്വനി ദേവകളാണ്. അതുപോലെ തന്നെ മൃഗം കുതിരയാണ്, ഭൂതം ഭൂമിയാണ്, പക്ഷി പുള്ളാണ്, വൃക്ഷം കാഞ്ഞിരമാണ്. ഈ നക്ഷത്ര ജാതകരുടെ ജനനം കേതു ദശയിലാണ്. അപ്പോൾ ജ്യോതിഷം ദശാകാലം ക്രമീകരിച്ചിരിക്കുന്നത് ആദ്യത്തെ ദശാകാലം കേതു ദശാകാലമായിട്ടാണ്. അപ്പോൾ അശ്വതി നക്ഷത്ര ജാതകരുടെയും ജീവിതത്തിൽ ആദ്യമായിട്ട് വന്നു ചേരുന്ന ദശാകാലം കേതു ദശാകാലമാണ്. അപ്പോൾ കേതു ദശാകാലം കഴിഞ്ഞാൽ പിന്നെ ശുക്രദശാകാലം, അത് കഴിഞ്ഞാൽ പിന്നെ സൂര്യ ദശാകാലം, ചന്ദ്രദശാകാലം, കുജദശാകാലം, പിന്നെ രാഹു ദശാകാലം, വ്യാഴദശാകാലം, ശനി ദശാകാലം, ബുധദശാകാലം, ഇങ്ങനെ ദശാകാലം അവസാനിക്കുന്നു. അശ്വതി നക്ഷത്ര ജാതകർ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവരുടെ ജീവിതത്തിൽ ശുക്രദശാകാലം നല്ല സമയമാണോ എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. അപ്പോൾ ഈ ശുക്രദശാകാലം, അതായത് ഇപ്പോൾ കേതു ദശയിലാണല്ലോ ഇവരുടെ ജീവിതം ആരംഭിക്കുന്നത്. അശ്വതി നക്ഷത്രത്തിൽ ഒരു കുട്ടി ജനിച്ചു, ആ കുട്ടിക്ക് 5 വർഷം കേതു ദശാകാലം ഉണ്ടെങ്കിൽ 5 വയസ്സ് വരെ കേതു ദശാകാലമായിരിക്കും. പിന്നീടുള്ള 20 വർഷം ആ കുട്ടിക്ക് പിന്നെ ശുക്രദശാകാലമാണ്. അപ്പോൾ 25 വയസ്സായി. ഈ സമയം അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുന്ന ഉന്നത വിദ്യാഭ്യാസമൊക്കെ നേടേണ്ട സമയമാണ്. അപ്പോൾ ഈ സമയം അനുകൂലമാണോ എന്നുള്ളത് ആ കുട്ടിയുടെ മാതാപിതാക്കൾ അതിനെക്കുറിച്ച് അറിവുള്ളവരായിത്തീരണം. ഏതെങ്കിലും ദോഷമുണ്ടെങ്കിൽ ഈ ശുക്രദശാകാലത്ത് മറ്റുള്ള ഏതെങ്കിലും ഗ്രഹങ്ങളുടെ അവരുടെ അപകാര സമയത്ത്, ഈ ദശാകാല ശുക്രൻ്റെ ദശാകാലത്ത് മറ്റ് ഗ്രഹങ്ങളുടെ അപകാര സമയത്ത് ഏതെങ്കിലും വിധത്തിലുള്ള ദോഷങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുണ്ടെങ്കിൽ അതൊക്കെ നോക്കി അതിനുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്ത് വേണം ഈ കുട്ടിയെ വളർത്തിയെടുക്കുവാൻ. അതുപോലെ തന്നെ അശ്വതി നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ജ്യോതിഷപ്രകാരം പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യമാണ്, അശ്വതി നക്ഷത്ര ജാതകർക്ക് സർക്കാർ ജോലി യോഗവും അതുപോലെ തന്നെ ഉന്നതമായ വിദ്യാഭ്യാസ കാര്യങ്ങളും പോലീസ്, പട്ടാളം എന്നിങ്ങനെയുള്ള മേഖലകളിൽ ജോലിക്കുമൊക്കെ സാധ്യതയുണ്ട്. എങ്കിൽ പോലും ഇവർ പ്രേമവിവാഹത്തിൽ അകപ്പെടുവാൻ സാധ്യതയുണ്ടെന്നും ജ്യോതിഷം പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഗ്രഹനില നോക്കുമ്പോൾ അറിയാൻ പറ്റും എങ്ങനെയുള്ള വിവാഹമാണ്, അറേഞ്ച്ഡ് മാരേജ് ആണോ അതോ പ്രേമവിവാഹമാണോ എന്നൊക്കെയുള്ളത് ഗ്രഹനില നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഉന്നതമായ ജോലി കിട്ടുവാൻ സാധ്യതയുണ്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി അപ്പോൾ അതിനുള്ള തക്കതായ പരിഹാരങ്ങളൊക്കെ ചെയ്ത് വേണം മാതാപിതാക്കൾ അശ്വതി നക്ഷത്ര ജാതകരായ കുട്ടികളെ വളർത്തിയെടുക്കുവാൻ. ഇപ്പോഴത്തെ പ്രസൻറ്റ് കണ്ടീഷനിൽ ഇവരുടെ സമയം അത്ര അനുകൂലമായൊരു സമയമല്ല എന്നുള്ളതും കൂടി അറിഞ്ഞിരിക്കണം. ഇപ്പോൾ ഇവർക്ക് ഇവരുടെ പിതാവിൻ്റെ ഭാഗത്തു നിന്നുള്ള ശത്രു നിറഞ്ഞ അനുഭവങ്ങളൊക്കെ വന്നു ചേരുന്നൊരു സമയമാണെന്നുള്ളതാണ് പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത്. അത് പിതാവ് മനഃപൂർവ്വം ചെയ്യുന്നതല്ല, സ്ത്രീകൾ മൂലമുള്ള പ്രശ്നങ്ങളാൽ പിതാവ് കുടുംബത്തിൽ കലഹമുണ്ടാക്കുന്നൊരു സമയമാണ് എന്നുള്ളതാണ് അതിനകത്തൊരു മറ്റു വിഷയം. അതും ധനപരമായ വിഷയവുമായി ധനത്തെ ചൊല്ലിയുള്ള പ്രശ്നങ്ങളാണ് കുടുംബത്തിൽ നടക്കാറുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു സമയമാണ്. ഇപ്പോൾ അതിൻ്റെ ഒരു മാറ്റം വരും. അപ്പോൾ അങ്ങനെ മാറ്റം വന്നാലും കുറച്ച് കുറച്ച് മാസങ്ങൾ കൂടി മുമ്പോട്ട് ഈ പ്രശ്നം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതവരെ സംബന്ധിച്ചോളം വേദനിപ്പിക്കുന്നൊരു കാര്യമാണെന്നുള്ളതും അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ അശ്വതി നക്ഷത്ര ജാതകർക്ക് ഇപ്പോൾ തൊഴിൽപരമായി അവർക്ക് നേട്ടമുണ്ട്, നല്ല നേട്ടമുള്ളൊരു സമയമാണ് തൊഴിൽപരമായിട്ട്. അപ്പോൾ തൊഴിൽ കൂടി ഈ നേട്ടമുള്ള സമയം അവർക്ക് അനുഭവത്തിൽ വരുമ്പോൾ അതനുസരിച്ച് ആ തൊഴിൽ മേഖലയെ അവർക്ക് ഉപയോഗപ്പെടുത്തുക, തൊഴിൽപരമായി കിട്ടുന്ന വരുമാനം കൊണ്ട് അവർ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക, അതിനെ നഷ്ടപ്പെടുത്തി കളയാതെ നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോവുക. അപ്പോൾ അങ്ങനെയുള്ള
ഒരു സമയം കൂടിയാണ് ഇപ്പോഴത്തെ ഈ സമയം എന്നുള്ളതും അശ്വതി നക്ഷത്ര ജാതകർ അറിഞ്ഞിരിക്കുക. മാത്രമല്ല എല്ലാ ദിവസവും നക്ഷത്രഫലം പറയുമ്പോൾ അത് ശ്രദ്ധയോടുകൂടി കേൾക്കുവാനും താല്പര്യം കാണിക്കുക. അപ്പോൾ അവർ നിത്യവും മഹാദേവനെ ഭജിക്കുന്നതും നല്ലതാണ്. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരകനാണ് മഹാദേവൻ. അതുകൊണ്ട് മഹാദേവനെ നിത്യവും ഭജിക്കുക. അതുപോലെ തന്നെ അശ്വിനി ദേവകളെ നിത്യവും ജപിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓം അശ്വിനി ദേവ നമഃ എന്നുള്ള മന്ത്രം നിത്യവും ചൊല്ലിയാൽ മതി. അപ്പോൾ അങ്ങനെ ചൊല്ലിയാലും ആ ദേവതയുടെ അനുഗ്രഹവും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു തരുവാനുള്ളത്. അപ്പോൾ അശ്വതി നക്ഷത്ര ജാതകർ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്താൽ അവരുടെ ജീവിതം ശോഭനമായി തീരും. മനുഷ്യജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും ജനനം മുതൽ മരണം വരെയുള്ള എല്ലാ കാര്യങ്ങളും ഒരു ഗ്രഹനിലയിൽ കൂടി മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അതാണ് ജ്യോതിഷത്തിൻ്റെ ശക്തി. അപ്പോൾ പലരും ഇതിനെ നിരാകരിച്ച് തള്ളിക്കളഞ്ഞിട്ട് നാളെ എന്തെങ്കിലും വരട്ടെ, വന്നിട്ട് നോക്കാം, ബാക്കി നോക്കാം എന്ന് പറഞ്ഞിരിക്കുന്നവരുണ്ട്. അങ്ങനെയല്ല, അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ക്രമീകരിക്കപ്പെട്ടു പോകണം. ക്രമീകരിക്കപ്പെട്ടു പോകണമെങ്കിൽ എല്ലാ കാര്യങ്ങളെയും കുറിച്ച് അറിവ് വേണം. അപ്പോൾ അങ്ങനെ ഒരു അറിവോടുകൂടി ക്രമീകരിക്കപ്പെട്ട ഒരു ജീവിതം നയിച്ചാൽ മാത്രമേ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് പോകാം. അല്ലാതെ മറ്റൊരാളുടെ വാക്കിനെ വിശ്വസിക്കാതെ അല്ലെങ്കിൽ ഒരാളൊരു അറിവ് പറഞ്ഞ് തന്നാൽ അതിനെ നിരാകരിച്ചു കൊണ്ടും തള്ളിക്കളഞ്ഞുകൊണ്ടുമൊക്കെ ജീവിച്ചു കഴിഞ്ഞാൽ ഈ ഭൂമിയിലെ ജീവിതം മറ്റുള്ളവരെല്ലാം വെറുക്കപ്പെടുന്ന ഒരു അനുഭവത്തിലേക്ക് കടന്നു പോകും. കാരണം സ്വന്തമായിട്ടൊന്നും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. വെച്ചത് ഈശ്വരൻ കൊടുത്ത ബുദ്ധി കൊണ്ടും ജ്ഞാനം കൊണ്ടുമാണ് ഇതൊക്കെ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത്. ആ കണ്ടുപിടിച്ചത് മനുഷ്യൻ്റെ നന്മയ്ക്കായിട്ടാണ്. ആ നന്മ മറ്റൊരാളോട് പങ്കുവെക്കുമ്പോൾ അതിനെ തള്ളിക്കളഞ്ഞുള്ള ജീവിതം ശരിയാകത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അശ്വതി നക്ഷത്ര ജാതകരുടെ ജീവിതം നല്ല നിലയിൽ പോകുവാൻ വേണ്ടി അവരുടെ ജീവിതത്തിലെ അവരുടെ ജനനം മുതൽ മരണം വരെയുള്ള എല്ലാ കാര്യങ്ങളും ഗ്രഹനില നോക്കി അറിയാൻ പറ്റും. അപ്പോൾ അത് ദോഷമായിട്ട് വരുന്ന കാര്യങ്ങളെക്കുറിച്ച് അറിഞ്ഞാൽ ആ ദോഷത്തിനുള്ള പരിഹാരം കൂടി ചെയ്തു പോയാൽ ജീവിതം നല്ല രീതിയിൽ പോകുമെന്നുള്ളതാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന അടുത്ത വിഷയം നാളത്തെ നക്ഷത്ര ദിവസത്തെക്കുറിച്ചാണ്. നാളത്തെ നക്ഷത്ര ദിവസം അശ്വതി നക്ഷത്ര ദിവസമാണ്. ആർക്കൊക്കെ അനുകൂലമായി വന്നു ചേരുന്നു എന്ന് ചിന്തിക്കാം. ആയില്യം, മകം, അവിട്ടം, പൂർട്ടാതി, മൂലം, പൂരാടം, രേവതി എന്നീ നാളുകാർക്ക് നാളത്തെ നക്ഷത്ര ദിവസം അനുകൂലമായ ഫലങ്ങൾ ചെയ്യുമെന്ന് ജ്യോതിഷം പറയുന്നു. ആയില്യം, മകം, അവിട്ടം, പൂർട്ടാതി, മൂലം, പൂരാടം, രേവതി എന്നീ നാളുകാർക്ക് നാളത്തെ നക്ഷത്ര ദിവസം അനുകൂലമായ ഫലങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുമെന്ന് ജ്യോതിഷം പറയുന്നു. പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുള്ളത് തിരുവോണം, ചതയം, ഉത്രട്ടാതി എന്നീ നാളുകാരുടെ ജീവിതത്തിലാണെന്ന് ജ്യോതിഷം പറയുന്നു. അപ്പോൾ ഈ നാളുകാർ ഈ കാര്യം ശ്രദ്ധിക്കുക. മുന്നറിയിപ്പായിട്ടാണ് ജ്യോതിഷം ഇത് പറഞ്ഞു തരുന്നത്. തിരുവോണം, ചതയം, ഉത്രട്ടാതി എന്നീ നാളുകാരുടെ ജീവിതത്തിൽ നാളെ പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേർന്ന് അവർ വേദനിക്കുവാൻ ഇടയുണ്ട്, സൂക്ഷിക്കണം എന്നൊരു മുന്നറിയിപ്പായിട്ട് പറഞ്ഞു തരുന്നു. ബാക്കിയുള്ള നാളുകാർക്ക് സാധാരണ സുഖദുഃഖ സമ്മിശ്രമായ ജീവിതാനുഭവങ്ങളായിരിക്കും നാളത്തെ ദിവസം എന്നുള്ളതും ജ്യോതിഷം എടുത്തു പറയുന്നുണ്ട്. ഇനിയും നാളെ ചൊവ്വാഴ്ച ദിവസമാണ്. നാളെ പകൽ സമയത്തെ ശുഭസമയം എടുത്തു പറഞ്ഞു തരാം. രാവിലെ 7:39 മുതൽ ഉച്ചയ്ക്ക് 12:24 വരെ ശുഭസമയമാണ്. അതിനുശേഷം 1:39 മുതൽ ഉച്ചകഴിഞ്ഞ് 1:39 മുതൽ 3:09 വരെയും ശുഭസമയമാണ്. ഈ ശുഭസമയം നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക, ജീവിത വിജയം നേടുക എന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ നാളത്തെ ദിവസം അനുകൂലമായിട്ടുള്ളവർ ഈ സമയം നോക്കി അവരുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്താൽ തീർച്ചയായിട്ടും ജീവിത വിജയം ഉണ്ടാകും. ഏർപ്പെടുന്ന കാര്യങ്ങളിൽ ഏത് കാര്യത്തിൽ ഇടപെട്ടാലും അവിടെയെല്ലാം വിജയം കൈവരിക്കുവാൻ കഴിയുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. ഇനിയും സംഖ്യാശാസ്ത്രമാണ് പറയുന്നത്. സംഖ്യാശാസ്ത്രം പറയുന്ന ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ്. നാളത്തെ തീയതി 7 7, 16, 25 എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് നാളത്തെ ദിവസം അവരുടെ ജന്മസംഖ്യ 7 വരുന്നതുകൊണ്ട് നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുമെന്നാണ് സംഖ്യാജ്യോതിഷം പറയുന്നത്. നിരാശപ്പെടാതെ പച്ച, മഞ്ഞ, വെള്ള നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. കൂടുതൽ നല്ല അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുമെന്ന് പറയുന്നു. അതുപോലെ തന്നെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ OZ എന്നീ അക്ഷരങ്ങളുണ്ടെങ്കിൽ അതും നല്ല ഫലങ്ങൾ വന്നു ചേരുവാൻ കാരണമായി തീരും എന്നും പറയുന്നു. അപ്പോൾ നാളത്തെ ദിവസം പ്രതികൂലമാണെന്ന് കേട്ട് നിരാശപ്പെട്ടിരിക്കാതെ പച്ച, മഞ്ഞ, വെള്ള നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ ധരിക്കൂ. നിറങ്ങൾക്ക് മനുഷ്യജീവിതത്തിൽ ഒരുപാട് സ്വാധീനിക്കാൻ കഴിയുന്ന കാര്യമാണ്. അപ്പോൾ നിറങ്ങൾ സ്വാധീനിച്ച് നല്ല അനുഭവങ്ങളാക്കി നാളത്തെ ദിവസത്തെ അനുഭവങ്ങളെ നല്ല അനുഭവങ്ങളാക്കി മാറ്റിയെടുക്കും എന്നാണ് സംഖ്യാജ്യോതിഷം പറയുന്നത്. അതുപോലെ തന്നെ പേരിൽ ഉള്ള അക്ഷരങ്ങൾക്കും സ്വാധീനമുണ്ട്. OZ എന്നീ അക്ഷരങ്ങളുണ്ടെങ്കിൽ അതും നല്ല കാര്യമാണെന്നും സംഖ്യാജ്യോതിഷം പറയുന്നു.
അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും ജീവിത പുരോഗതിക്ക് ആവശ്യമായിട്ടുള്ള ജ്യോതിഷപരമായ കാര്യങ്ങളാണ് നിത്യവും പ്രിയപ്പെട്ടവരോട് പങ്കുവയ്ക്കുന്നത്. അതുകൊണ്ടിത് കേൾക്കുന്നത് നല്ല കാര്യം തന്നെയാണ്. ഒരിക്കലും ഒരു ജീവിതത്തെ പരാജയത്തിലേക്ക് തള്ളിവിടുന്നൊരു കാര്യമല്ല. ചിലരിതൊക്കെ അന്ധവിശ്വാസമാണെന്ന് പറയും, അനാചാരമാണെന്ന് പറയും, മന്ത്രവാദമാണെന്ന് പറയും, അങ്ങനെയൊക്കെ പറയും. പക്ഷേങ്കിൽ അത് അറിവില്ലാത്തതുകൊണ്ടും വിദ്യാഭ്യാസത്തിൻ്റെ കുറവ് കൊണ്ടും അല്ലെങ്കിൽ ചിന്തിക്കുന്നതിനുള്ള കഴിവ് കുറവ് കൊണ്ടൊക്കെയാണ്, ചിന്താശക്തിയുടെ കുറവ് കൊണ്ടൊക്കെയാണ് അങ്ങനെ പറയുന്നത്. ഇത് ശാസ്ത്രമാണ്. നവഗ്രഹങ്ങളെ കൊണ്ട് പറയുന്ന ഏത് കാര്യവും അത് ശാസ്ത്രീയമായ ജ്യോതിഷമാണെന്നുള്ളത്, അല്ലെങ്കിൽ ജ്യോതിഷം ഒരു ശാസ്ത്രമാണെന്നുള്ളതിൻ്റെ തെളിവാണ് എന്നുള്ളതാണ് പ്രിയപ്പെട്ടവർ അറിഞ്ഞിരിക്കേണ്ട കാര്യം. നവഗ്രഹങ്ങളെ കൊണ്ടാണ് അത് പറയേണ്ടത്. അല്ലാതെ ജ്യോതിഷത്തിൻ്റെ പേരിൽ മറ്റു പല കാര്യങ്ങളുമൊക്കെ ആൾക്കാർ കാട്ടിക്കൂട്ടുന്നുണ്ട്. അതൊന്നും ജ്യോതിഷം എന്ന ശാസ്ത്രമല്ല എന്നുള്ളതും പ്രത്യേകം അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഇനി നമ്മൾ ഈ അധ്യായത്തിൽ ചിന്തിക്കുന്ന വിഷയം നക്ഷത്രഫലമാണ്. നമുക്ക് നക്ഷത്രഫലം ചിന്തിക്കാം. നാളത്തെ ദിവസം നക്ഷത്രഫലം മേടക്കൂറുകാരുടെ അനുഭവത്തെക്കുറിച്ച് ആദ്യം ചിന്തിക്കാം. മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക, കാൽ നാളുകാർ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് കാത്തിരുന്നത്. മെയ് മാസം 1-ാം തീയതി വ്യാഴം മാറുന്നു. വ്യാഴം 2-ാം ഭാവത്തിലേക്ക്, ധനഭാവത്തിലേക്ക് വ്യാഴം കടന്നു വരും. അപ്പോൾ ഇഷ്ടംപോലെ ധാരാളം ധനം വന്നു ചേരും. കാര്യങ്ങളൊക്കെ നല്ല സ്മൂത്തായിട്ട് പോകാൻ പറ്റും. ദാരിദ്ര്യമൊന്നും ഉണ്ടാകത്തില്ല. കടമൊക്കെ ഉണ്ടെങ്കിൽ കൊടുത്ത് തീർക്കാം. എല്ലാ പ്രതീക്ഷകളോടുകൂടിയാണ് എല്ലാവരും ഇരുന്നത്. എൻ്റെ ഈ ചാനൽ കാണുന്ന ഒരുപാട് പേരും മറ്റുള്ള വീഡിയോകളൊക്കെ കേട്ട്, ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടില്ല, മറ്റുള്ളവരൊക്കെ പറയുന്നത് കേട്ട് വളരെ പ്രതീക്ഷയോടെ കൂടിയാണ് ഇരുന്നത്. എന്നാൽ ഇതുവരെയും ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല. കാരണം 2-ാം ഭാവത്തിൻ്റെ അധിപനായ ശുക്രൻ ശത്രുതയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ധനപരമായ നേട്ടം അവർക്ക് വന്നു ചേരാത്തത്. 2-ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നുണ്ട്. വ്യാഴം നിന്നാലും വ്യാഴം നിൽക്കുന്ന ക്ഷേത്രത്തിൻ്റെ അധിപനായ ശുക്രൻ ശത്രുതയിലാണ്. അപ്പോൾ ആ ശത്രുതയൊക്കെ മാറിക്കഴിഞ്ഞാൽ മാത്രമേ ഒരു നേട്ടം ഉണ്ടാവുകയുള്ളൂ എന്നുള്ള കാര്യം പ്രത്യേകം ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുന്നു. കഴിഞ്ഞ ദിവസവും ഞാനിത് പറഞ്ഞതാണ്, വീണ്ടും ഒന്നുകൂടി ഓർപ്പിക്കുകയാണ്. ഇന്നലെ കേൾക്കാത്തവർക്ക് വേണ്ടിയാണ് ഈ കാര്യം പറഞ്ഞത്. അപ്പോൾ അശ്വതി, ഭരണി, കാർത്തിക, കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം സുഖം, സ്വസ്ഥത, ദേഹനന്മ അത്ര അനുകൂലമായൊരു ദിവസമല്ല. അപ്പോൾ അതും പ്രത്യേകിച്ച് അറിഞ്ഞുകൊള്ളുക. നാളത്തെ ദിവസം അവർക്ക് അത്ര അനുകൂലമായ ദിവസമല്ല. സുഖാനുഭവങ്ങൾക്കൊക്കെ കുറവ് വരുന്നൊരു ദിവസമാണ്. അതുപോലെ തന്നെ നാളത്തെ ദിവസം പലരിലും നാളത്തെ ദിവസം സൽചിന്താഗതി കുറവുണ്ടാകുന്നൊരു ദിവസമാണ്. അപ്പോൾ സാഹസ പ്രവൃത്തികളിലൊക്കെ ചിലർ ഏർപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യവും അറിഞ്ഞുകൊള്ളുക. അതുപോലെ തന്നെ നാളത്തെ ദിവസം നേത്രരോഗം, അലസതയൊക്കെ വന്നു ചേരുവാനും സാധ്യതയുണ്ട്. മാതാവിൻ്റെ സ്ഥിതി നാളത്തെ ദിവസം അത്ര അനുകൂലമായ സാഹചര്യമല്ല. മാതാവിന് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്നുള്ള കാര്യവും അറിഞ്ഞുകൊള്ളുക. പിതാവിൻ്റെ സ്ഥിതി നല്ലതാണെങ്കിലും പിതാവ് മുഖേന കുടുംബത്തിൽ കലഹം ഉണ്ടാകുവാൻ, ധനപരമായ വിഷയത്തെ ചൊല്ലിയും സ്ത്രീകൾ മുഖേനയുള്ള പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുമൊക്കെ കലഹമുണ്ടാകുവാൻ സാധ്യതയുണ്ടെന്നുള്ള കാര്യവും അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ കൂടിയാണ് നാളത്തെ ദിവസം മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക നാളുകാർ കടന്നു പോവുക. തൊഴിൽപരമായ നേട്ടമുണ്ട്. അതുപോലെ തന്നെ നാളത്തെ ദിവസം ബന്ധുമിത്രാദികൾ കൊണ്ട് നാളത്തെ ദിവസം കാര്യമായ നേട്ടമൊന്നും വന്നു ചേരുന്നൊരു ദിവസമല്ല. അത് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ സഹോദരങ്ങളെ കൊണ്ട് ഇവർക്ക് കാര്യമായ ഗുണമൊന്നും വന്നു ചേരത്തില്ല. സഹോദരന് ദോഷം സംഭവിക്കാനും സാധ്യതയുള്ളൊരു ദിവസമാണ് നാളത്തെ ദിവസം. അപ്പോൾ ദാമ്പത്യ ജീവിത സുഖം, അവിടെയും ശത്രു അടഞ്ഞ അനുഭവങ്ങളൊക്കെ ഉണ്ടാകുവാനും സാധ്യതയുണ്ടെന്നുള്ള കാര്യമാണ് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ ഇപ്രകാരമുള്ള അനുഭവങ്ങളൊക്കെ ആയിരിക്കും നാളത്തെ ദിവസം മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക നാളുകാർക്ക് വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഇനിയും ഇടവക്കൂറാണ്. ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക, മുക്കാൽ, രോഹിണി, മകീരൻ 2 പാദം നാളുകാർക്ക് നാളത്തെ ദിവസം സുഖം, സ്വസ്ഥത, ദേഹനന്മ അത്ര അനുകൂലമായൊരു ദിവസമല്ല എന്നുള്ളത് അറിഞ്ഞിരിക്കുക. കുടുംബത്തിൻ്റെ സ്ഥിതി ഏറെക്കുറെ അനുകൂലമാണ്. ധനസ്ഥിതിയും ഏറെക്കുറെ അനുകൂലമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നു. അതുപോലെ തന്നെ നാളത്തെ ദിവസം ഇവർക്ക് പലവിധത്തിലുള്ള പ്രതിസന്ധികളൊക്കെ ജീവിതത്തിൽ കടന്നു വരാവുന്നൊരു ദിവസമാണെങ്കിൽ തൊഴിൽപരമായ നേട്ടം നിലനിൽക്കുന്നൊരു സമയമാണിപ്പോൾ. തൊഴിൽപരമായ നേട്ടമാണ് ഇവർക്ക് നല്ല മാനസികവും ശാരീരികവുമായ ഒരു ഉന്മേഷം കൊടുക്കുന്നത്. അപ്പോൾ തൊഴിൽപരമായ നേട്ടം അവർക്ക് പ്രതീക്ഷിക്കാം. എന്നാൽ ദാമ്പത്യ ജീവിത സുഖം അത്രമേൽ ഉണ്ടാകണമെന്നില്ല.
കുടുംബത്തിൻ്റെ സ്ഥിതി ഏറെക്കുറെ അനുകൂലമാണ്, ധനസ്ഥിതിയും ഏറെക്കുറെ അനുകൂലമാണ്. എന്നാൽ ഇവരെ ഇപ്പോൾ നിലനിർത്തുന്നത്, ഇവർക്ക് എല്ലാവിധമായ ശക്തിയും ലഭിക്കുന്നത് മനസ്സിന് സമാധാനവും സന്തോഷമൊക്കെ ഉണ്ടാകുന്ന തൊഴിൽപരമായ നേട്ടം കൊണ്ടാണെന്നുള്ള കാര്യം അറിഞ്ഞുകൊള്ളുക. ഇവരെ സംബന്ധിച്ചോളം പിതാവിൻ്റെ സ്ഥിതി പ്രതികൂലമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നു. മാതാവിൻ്റെ സ്ഥിതി നാളത്തെ ദിവസം പ്രതികൂലമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നൊരു ദിവസമാണ്. അപ്പോൾ മാതാവിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു പിന്തുണയും നാളെ ലഭിക്കത്തില്ല, അതൊക്കെ നഷ്ടമായി പോകുന്നു. പിതാവിൻ്റെ ഭാഗത്തു നിന്നുള്ളതും നഷ്ടമായി പോകുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെയാണ് നാളത്തെ ദിവസം ഈ നാടുകാരിൽ വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും മിഥുനക്കുറാണ്. മിഥുനക്കുറിൽപ്പെട്ട മകരം 2 പാദം തിരുവാതിര പുണർത മുക്കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം സുഖസ്വസ്ഥതന്മാർ അത്ര അനുകൂലമായ ഒരു ദിവസമല്ല. ബന്ധുക്കളുമായിട്ടുള്ള വിരോധം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ബന്ധുക്കളുമായിട്ട് നാളത്തെ ദിവസം ശത്രുതയിൽ അകപ്പെടുവാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. നാളത്തെ ദിവസം ഈ നാളുകാരെ സംബന്ധിച്ചോളം തൊഴിൽപരമായി ഒരു നേട്ടം വന്നു ചേരേണ്ട ഒരു ദിവസമാണെങ്കിലും ദൈവാധീനക്കുറവ്, അതുപോലെ തന്നെ രോഗം, ദുഃഖം, കടം എന്നിങ്ങനെയുള്ള പ്രയാസങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. ശത്രുത മൂലം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുണ്ടെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ അവർക്ക് നാളത്തെ ദിവസം ദാമ്പത്യ ജീവിത സുഖക്കുറവ് അനുഭവത്തിൽ വന്നു ചേരും. അതുപോലെ തന്നെ കുടുംബത്തിൻ്റെ സ്ഥിതിയും ധനത്തിൻ്റെ സ്ഥിതിയും അത്ര മെച്ചമായ അനുഭവത്തിൽ കൂടിയല്ല നാളത്തെ ദിവസം കടന്നു പോവുക. അപ്പോൾ നാളത്തെ ദിവസം അങ്ങനെ പ്രതീക്ഷയ്ക്കൊത്ത് കാര്യങ്ങളൊന്നും വന്നു ചേരുന്നൊരു ദിവസമല്ല എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ശത്രുത നിറഞ്ഞ അനുഭവങ്ങളായിരിക്കും. മാനസികവും ശാരീരികവുമായ ഒരു സ്ഥിതി മെച്ചമായ ഒരു ദിവസമല്ല. അലസത, അങ്ങനെ ഒരു ക്ഷീണം, ശരീരത്തിനൊരു ബലമില്ലാത്ത അവസ്ഥ, അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങളിൽ ഒക്കെ ആയിരിക്കും നാളത്തെ ദിവസം കടന്നു പോകുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി കർക്കിടകക്കുറാണ്. കർക്കിടകക്കുറിൽപ്പെട്ട പുണർതം കാല് പൂയം ആയില്യം നാളുകാർക്ക് നാളത്തെ ദിവസം സുഖം, സ്വസ്ഥത, ദേഹനന്മ ഒട്ടും തന്നെ വന്നു ചേരാത്തൊരു ദിവസമായിരിക്കും നാളത്തെ ദിവസം എന്നുള്ളത് പ്രത്യേകിച്ച് അറിഞ്ഞുകൊള്ളുക. മാതാവിൻ്റെ സ്ഥിതി പ്രതികൂലമായ സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോകുന്നൊരു ദിവസമാണ്. പിതാവിൻ്റെ സ്ഥിതിയും പിതാവിന് അനുകൂലമാണെങ്കിലും പിതാവ് മുഖേനയുള്ള പലവിധമായ പ്രതിസന്ധികൾ ഈ നാളുകാരുടെ ജീവിതത്തിൽ കടന്നു വരുവാൻ സാധ്യതയുണ്ട്. പിതാവിൽ നിന്നുള്ള തിക്താനുഭവങ്ങൾ ഇവർക്ക് വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. പിതാവിൻ്റെ സഹോദരങ്ങൾ മുഖേനയുള്ള, സ്ത്രീകൾ മുഖേനയുള്ള ഒരു ശത്രുത അവരുടെ ഭവനത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇപ്രകാരമുള്ള ശത്രു നിറഞ്ഞ അനുഭവങ്ങളൊക്കെയാണ് അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നൊരു ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ പിതാവ് തന്നെ പ്രശ്നമുണ്ടാക്കുന്നൊരു ദിവസമാണ്. ഇപ്പോൾ കർക്കിടകക്കുറിൽപ്പെട്ട പുണർതം കാല് പൂയമായില്യം നാളുകാർ അവർ തന്നെ അവരുടെ ജീവിതത്തിൽ, അവരുടെ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്നൊരു സമയമാണെന്നുള്ളതാണ്. അപ്പോൾ കുടുംബനാഥന്മാരായിട്ടുള്ള ഈ നാളുകാർ അവരുടെ ഭവനത്തിൽ അവർ തന്നെ പ്രശ്നം ഉണ്ടാക്കുന്ന സമയമാണ്. പ്രത്യേകിച്ച് അവർക്ക് അഷ്ടമത്തിൽ ശനി നിൽക്കുന്നൊരു സമയമാണ്. അതുപോലെ തന്നെ അവർക്ക് അവരുടെ 2ാം ഭാവത്തിൻ്റെ ധനപരമായ വിഷയം അവർക്കുണ്ടാകാം. ധനസ്ഥിതി, 2ാം ഭാവത്തിൻ്റെയും കുടുംബഭാവത്തിൻ്റെയും അധിപനായ ഗ്രഹം ശത്രു സ്ഥിതിയിൽ നിൽക്കുന്നു. അപ്പോൾ അങ്ങനെ മൊത്തത്തിലൊരു അനുകൂലമായ സമയമല്ല, എല്ലാം കൊണ്ടും ദോഷ സമയമാണ്. ധനപരമായ ക്ലേശം ഉണ്ടാകുന്നൊരു സമയമാണ്. കുടുംബത്തിൽ അത് മുഖേനയുള്ള സ്വസ്ഥതക്കുറവുണ്ടാകും. അപ്പോൾ ഇങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ നമ്മൾ ഈശ്വരചിന്ത വർദ്ധിപ്പിക്കുക, പ്രാർത്ഥിക്കുക, എപ്പോഴും പ്രാർത്ഥിക്കുക. പ്രതിസന്ധികളിൽ അകപ്പെടാതെ ഞങ്ങൾ പരാജയപ്പെട്ടു പോകാതെ ഞങ്ങളെ രക്ഷിക്കണമേ എന്നുള്ള പ്രാർത്ഥന ആവശ്യമാണ്. അപ്പോൾ അതാണ് ഈ സമയത്ത് ചെയ്യേണ്ടത്. പലർക്കും ഈ ധനപരമായ കൊടുത്തുവാങ്ങൽ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു സമയമല്ല എന്നുള്ളതും പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറഞ്ഞു തരികയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളിൽ ടെൻഷൻ അടിക്കുന്നവർ ഈ നക്ഷത്രഫലം കേൾക്കുമ്പോൾ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുക, സമയം ദോഷമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ആഗ്രഹിക്കുന്ന പോലെ, വിചാരിക്കുന്ന പോലെ കാര്യങ്ങളൊക്കെ നടക്കാത്ത ഇതുകൊണ്ടാണ്. കുടുംബം തല്ലി തകർക്കരുത്. സമയദോഷം കൊണ്ടാണ്. ഈ സമയമൊക്കെ മാറുമ്പോൾ എല്ലാ കാര്യങ്ങളും നല്ലതായി വരും. പ്രത്യേകിച്ച് പുണർതം കാല് പൂയം ആയില്യം നാളുകാരായിട്ടുള്ള കുടുംബനാഥന്മാർ ഇത് കേൾക്കുകയാണെങ്കിൽ അവരുടെ വീട്ടിലെ സ്ഥിതി ചിലപ്പോൾ മോശമായ സ്ഥിതിയായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞു തരുന്നത് എന്നുള്ള കാര്യം അറിഞ്ഞുകൊള്ളുക. ഇനിയും ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽപ്പെട്ട മകം, പൂര, ഉത്രം കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം അവരെ സംബന്ധിച്ചോളം നാളത്തെ ദിവസം സഹോദരങ്ങൾ ആയിട്ടുള്ള അഭിപ്രായ വ്യത്യാസത്തിന്, ശത്രുതയ്ക്കൊക്കെ സാധ്യതയുണ്ടെന്നുള്ള കാര്യം അറിഞ്ഞുകൊള്ളുക. അതുപോലെ തന്നെ സുഖം, സ്വസ്ഥത, ദേഹനന്മ അത്ര അനുകൂലമായ ദിവസമല്ല. ശത്രുതയിൽ കൂടി കടന്നു പോകുന്ന സാഹചര്യങ്ങളാണ്. എന്നാൽ ചിലരുടെയൊക്കെ ജീവിതത്തിൽ ഇതൊന്നും ബാധിക്കാതെയും കടന്നു പോകുന്നുണ്ട് എന്നുള്ളൊരു കാര്യവും അറിഞ്ഞിരിക്കണം. അവർ ജനിച്ച സമയത്തൊക്കെ ഈ ഗ്രഹങ്ങൾ അവരുടെ ജീവിതത്തിൽ അനുകൂലമായ സ്ഥിതിയിലാണ് നിന്നിരുന്നത്. അതുകൊണ്ടാണ് അവർക്ക് ദോഷമൊന്നും സംഭവിക്കാതെ ചില ആൾക്കാർ
ചില ജാതകരൊക്കെ വളരെ സന്തോഷത്തോടുകൂടി കടന്നു പോകുന്നവരുണ്ട്. എന്നാൽ ചിലരെ സംബന്ധിച്ചുള്ള നല്ല പ്രതികൂലമായ സാഹചര്യങ്ങളൊക്കെയാണ് അവരുടെ ജീവിതത്തിൽ വന്നു ചേരുക. അപ്പോൾ നാളത്തെ ദിവസം ചിങ്ങക്കൂറിൽപ്പെട്ട മകംപൂര ഉത്രം കാൽ നാളുകാർക്ക് സുഖം സ്വസ്ഥത ദേഹനന്മ അത്ര അനുകൂലമായ ഒരു സാഹചര്യമല്ല. സ്ത്രീകളുമായുള്ള ശത്രുതകൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. എങ്കിലും അവർക്ക് നാളത്തെ ദിവസം തൊഴിൽപരമായ നേട്ടം അവർക്കുണ്ട്. സ്ഥിര ജോലിക്കാർക്കും സ്ഥിര വരുമാനക്കാർക്കും നാളത്തെ ദിവസം പ്രതികൂലമായ സാഹചര്യങ്ങളൊന്നും വന്നു ചേരുകയില്ല. അപ്പോൾ അങ്ങനെ അല്ലാത്തവർക്ക് നാളത്തെ ദിവസം പല വിധത്തിലുള്ള കഷ്ടതകളും പ്രയാസങ്ങളും ഒക്കെ ജീവിതത്തിൽ വന്നു ചേരുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. മാതാവിൻ്റെ സ്ഥിതി അത്ര അനുകൂലമായ സാഹചര്യത്തിൽ കൂടിയല്ല കടന്നു പോകുന്നത്. അതുപോലെ തന്നെ പിതാവിൻ്റെ സ്ഥിതിയും അത്ര മെച്ചമായ സാഹചര്യത്തിൽ കൂടിയല്ല കടന്നു പോകുന്നത്. അപ്പോൾ മൊത്തത്തിൽ അത്ര നല്ല അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യത കുറവാണ് എന്നുള്ള കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. ഇനിയും കന്നിക്കൂറാണ്. കന്നിക്കൂറിൽപ്പെട്ട ഉത്രം മുക്കാൽ അത്തം ചിത്ര 2 പാദം നാളാർക്ക് നാളത്തെ ദിവസം സുഖം സ്വസ്ഥത ദേഹനന്മ അത്ര അനുകൂലമായൊരു ദിവസമല്ല. എന്തുകൊണ്ടും നാളത്തെ ദിവസം തൃപ്തികരമായൊരു ദിവസമായിരിക്കില്ല. മാനസികവും ശാരീരികവുമായ വിഷമങ്ങളൊക്കെ അവരെ പിന്തുടരുന്ന ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അതുപോലെ തന്നെ ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ഈ നാളുകാരായിട്ടുള്ളവർക്ക് സഹോദരങ്ങൾ മുഖേനയുള്ള ശത്രുതകൾ നിലനിൽക്കുന്നൊരു സമയമാണ്. അപ്പോൾ അവർ അത് വിവാഹ ജീവിതവുമായി ബന്ധപ്പെടുത്തി അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതത്തെ തകർക്കുന്ന വിധത്തിലുള്ള ശത്രുതകൾ അവരുടെ ഭാഗത്തു നിന്നൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുള്ള ഒരു സമയമാണെന്ന് പ്രത്യേകം മനസ്സിലാക്കുക. അപ്പോൾ സഹോദരങ്ങളുമായിട്ട് സഹകരിക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം. എന്ന് പറഞ്ഞാൽ അതായത് ഈ കന്നിക്കൂറുകാരുടെ 3-ാം ഭാവം അതാണ് സഹോദരഭാവം. അതിൻ്റെ അധിപൻ ചൊവ്വ ഇപ്പോൾ നിൽക്കുന്നത് 7-ാം ഭാവത്തിലാണ്. 7-ാം ഭാവം എന്ന് പറഞ്ഞാൽ എന്താണ്? വിവാഹഭാവം. അപ്പോൾ ഈ ചൊവ്വ ബുധനെ ശത്രുവായിട്ട് കാണുന്നു. അപ്പോൾ ഇവർ നിൽക്കുന്നത് 2 പേരും കൂടെ ഒരു രാശിയിലാണ്. ചൊവ്വയും ബുധനും കൂടെ ഒരുമിച്ചാണ് നിൽക്കുന്നത്. അപ്പോൾ അവിടെ ശത്രുത വന്നു ചേരുന്നു. സഹോദരങ്ങൾ ഇവർക്ക് ശത്രുത ചെയ്യുന്നു. എങ്ങനെയാണ് ജ്യോതിഷത്തിൽ വ്യാഖ്യാനിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വ്യക്തമായിട്ട് പ്രിയപ്പെട്ടവരോട് പറഞ്ഞു തന്നത്. അപ്പോൾ സഹോദരങ്ങളുമായിട്ടൊക്കെ സഹകരിക്കുമ്പോൾ സൂക്ഷിക്കേണ്ട അവരുടെ ഭാഗത്തു നിന്നുള്ള ശത്രു നിറഞ്ഞ അനുഭവങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. അത് മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഈ കുടുംബത്തിൻ്റെ സ്ഥിതിയും ധനസ്ഥിതിയും ഒന്നും മെച്ചമല്ല. അതുപോലെ തന്നെ പിതാവ് മുഖേനയുള്ള അല്ലെങ്കിൽ വീട്ടിൽ കുടുംബനാഥൻ മുഖേനയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. 12-ാം ഭാവാധിപനുമായ സൂര്യൻ ശുക്രനുമായിട്ട് ചേർന്ന് നിൽക്കുന്നു. ഇവരുടെ അഷ്ടമത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഒരുപാട് വിഷയങ്ങളിൽ പ്രതികൂലമായ അനുഭവങ്ങളാണ് കന്നിക്കൂറുകാർക്ക് വന്നു ചേരാൻ സാധ്യതയുള്ളത്. അപ്പോൾ അതുകൊണ്ട് നാളത്തെ ദിവസം അത്ര അനുകൂലമായ ദിവസമല്ല എന്നുള്ളത് മനസ്സിലാക്കി തന്നെ ജീവിക്കുക. അപ്പോൾ എല്ലാ കാര്യങ്ങളിലും പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. തൃപ്തികരമായ ഒരു ദിവസമല്ല നാളത്തെ ദിവസം എന്നുള്ളത് പ്രത്യേകിച്ച് മനസ്സിലാക്കുക. ഇനിയും തുലാക്കൂറിൽപ്പെട്ട ചിത്ര 2 പാദം ചോതി വിശാഖ മുക്കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം സുഖം സ്വസ്ഥത ദേഹനന്മ അത്ര അനുകൂലമായ ദിവസമല്ല. പല കാര്യങ്ങളിലും നഷ്ടസാധ്യത വന്നു ചേരാൻ സാധ്യതയുള്ള സമയമാണ്. പ്രത്യേകിച്ച് ഈ നാളുകാരുടെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ സഹോദരങ്ങൾ മുഖേനയുള്ള ഒരു നഷ്ടം അല്ലെങ്കിൽ ശത്രുതയൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുള്ളൊരു സമയമാണ് നാളത്തെ ദിവസം. അപ്പോൾ അത് പ്രത്യേകം മനസ്സിലാക്കണം. ഇവരുടെ തുലാക്കൂറുകാരുടെ 3-ാം ഭാവത്തിൻ്റെ അധിപൻ വ്യാഴൻ ഇപ്പോൾ ഇവർക്ക് അഷ്ടമത്തിലാണ്. അപ്പോൾ അഷ്ടമത്തിൽ നിൽക്കുന്ന വ്യാഴം ഇവർക്ക് യാതൊരുവിധ സഹായവും ചെയ്തു കൊടുക്കത്തില്ല. അപ്പോൾ ഇവരുടെ സുഹൃത്തുക്കൾ സഹോദരങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സഹകരണം പ്രതീക്ഷിച്ചിരിക്കുന്നവർ മനസ്സിലാക്കുക. അവരെ കൊണ്ടൊന്നും ഒരു കാര്യവും നടക്കത്തില്ല എന്നുള്ളത് മനസ്സിലാക്കുക. അവർ ഇനിയിപ്പോൾ നിങ്ങളോട് ശത്രുത നിറഞ്ഞ അനുഭവം ആയിരിക്കും വെച്ച് പുലർത്തുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട കാര്യം. അതുപോലെ തന്നെ കുടുംബസുഖം കാര്യമായി വന്നു ചേരത്തില്ല. ധനസ്ഥിതിയും കാര്യമായി ഒന്നും മെച്ചപ്പെടുന്നൊരു ദിവസമല്ല നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ദാമ്പത്യ ജീവിത പ്രശ്നങ്ങളും ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുഖേനയുള്ള തിക്താനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുള്ള സമയമാണ്. അവരെ പ്രതീക്ഷിച്ചിരിക്കരുത്. അവരെ കൊണ്ട് നിങ്ങൾക്ക് ഇനി ഒരു കാര്യവും സാധിച്ചെടുക്കാൻ പറ്റുന്ന സമയമല്ല മുമ്പോട്ടുള്ളത്, പ്രത്യേകിച്ച് നാളത്തെ ദിവസം എന്നുള്ളത് പ്രത്യേകിച്ച് അറിഞ്ഞുകൊള്ളുക. ഇനിയും വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം കാൽ അനിഴം കേട്ട നാളുകാർക്ക് നാളത്തെ ദിവസം സുഖം സ്വസ്ഥത ദേഹനന്മ അത്ര അനുകൂലമായ ഒരു ദിവസമല്ല. എങ്കിലും ധനസ്ഥിതി കുടുംബസ്ഥിതി അനുകൂലമായി വന്നു ചേരേണ്ട സാഹചര്യമാണ് ഉള്ളതെങ്കിൽ പോലും അവിടെ ശത്രു നിറഞ്ഞ അനുഭവങ്ങൾ കൊണ്ട് അതിനൊരു താമസം നേരിടുന്നു എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. അപ്പോൾ മെയ് 1 മുതൽ
വ്യാഴം ഇവരുടെ 7ാം ഭാവത്തിൽ കടന്നു വരുമ്പോൾ, വ്യാഴം ഇവരുടെ കേന്ദ്രഭാവത്തിലാണ് കടന്നു വരുന്നത്. അങ്ങനെ വ്യാഴം കേന്ദ്രഭാവത്തിലേക്ക് കടന്നു വരുമ്പോൾ എല്ലാം ഭംഗിയായി നടക്കും, ധനപരമായ വിഷയങ്ങളെല്ലാം ഭംഗിയായി നടക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് പലരും ഇരിക്കുന്നത്. എന്നാൽ അതിനല്പം താമസം വരും. അവിടെ ശത്രുത നിറഞ്ഞ അനുഭവങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ ഇച്ചിരി താമസം വരുമെന്നുള്ളതാണ് പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത്. ഇവരുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ വന്നു ചേരേണ്ടതാണ്. പക്ഷേ നേട്ടങ്ങളെല്ലാം ശത്രുതകൾ കൊണ്ട് ഇല്ലാതാകുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ കാണുന്നത്. അത് പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുക. അപ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി വേണം ധനപരമായ കാര്യങ്ങളൊക്കെ ഏർപ്പെടുവാൻ. വാക്ക് പറഞ്ഞാൽ വാക്ക് പാലിക്കാൻ പറ്റുകയില്ലെന്നുള്ളത് പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയിൽ കൂടി മാത്രമേ ഇവർക്ക് ധനപരമായ ഒരു നേട്ടം, തടസ്സങ്ങളൊക്കെ മാറ്റി, ശത്രുതകളൊക്കെ മാറി, പ്രാർത്ഥന കൊണ്ട് മാത്രമേ ജീവിതത്തിൽ എന്തെങ്കിലും നേടിയെടുക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു സമയമാണ് എന്നുള്ളത് പ്രത്യേകിച്ച് മനസ്സിലാക്കുക. പ്രത്യേകിച്ച് ഇവരുടെ കുടുംബത്തിൽ 4ാം ഭാവത്തിൽ ശനി നിൽക്കുന്നൊരു സമയമാണ്. 4ാം ഭാവത്തിൽ ശനി നിന്നാൽ കുടുംബത്തിന് തന്നെ ദോഷം സംഭവിക്കുന്ന ഒരു സമയവുമാണെന്നുള്ളത് പ്രത്യേകിച്ച് മനസ്സിലാക്കണം. തൊഴിൽപരമായുള്ള നേട്ടം ഇവർക്ക് ശത്രുത നിറഞ്ഞ അനുഭവങ്ങളിൽ കൂടിയാണ് അവിടെയും കടന്നു പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ നേട്ടവും കാര്യമായി തുണയ്ക്കത്തില്ല. അപ്പോൾ ഇതെല്ലാം മുമ്പോട്ട് മാറും. അപ്പോൾ പ്രാർത്ഥിക്കുക. അങ്ങനെ നാളത്തെ ദിവസത്തെ നേരിടുക. ഇനിയും ധനുക്കൂറാണ്. ധനുക്കൂറിൽപ്പെട്ട മൂലം, പുരാട, ഉത്രാടം, കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം സുഖസ്വസ്ഥതേതന്മാർ അത്ര അനുകൂലമായൊരു ദിവസമല്ല. ധനസ്ഥിതി, കുടുംബസ്ഥിതി ഏകദേശം അനുകൂലമായ സാഹചര്യത്തിൽ കൂടി പോകുന്നു. തൊഴിൽപരമായ നേട്ടം വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ പോകുന്നു. എങ്കിലും അവിടെ നഷ്ടസാധ്യത വന്നു ചേരുന്നൊരു ദിവസമായിരിക്കും നാളത്തെ ദിവസം. തൊഴിലിടങ്ങളിൽ നഷ്ടത്തിന് സാധ്യതയുണ്ട്. ശത്രു നിറഞ്ഞ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. ദാമ്പത്യ ജീവിത സുഖത്തിൽ അവിടെയും തൃപ്തികരമായ അനുഭവം വന്നു ചേരാൻ സാധ്യതയില്ല. മാതാവിൻ്റെ സ്ഥിതി പ്രതികൂലമായ സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോകുന്നൊരു സമയമാണ്. അതുപോലെ തന്നെ പിതാവിൻ്റെ സ്ഥിതി അത്ര മെച്ചമായ സാഹചര്യമല്ല നാളത്തെ ദിവസം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളായിരിക്കും നാളത്തെ ദിവസം ധനുക്കൂറിൽപ്പെട്ട മൂലം, പുരാട, ഉത്രാടം, കാൽ നാളുകാർക്ക് വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഇനി മകരക്കൂറാണ്. മകരക്കൂറിൽപ്പെട്ട ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടം 2 പാദം നാളുകാർക്ക് നാളത്തെ ദിവസം സുഖസ്വസ്ഥതേതന്മാർ ഏറെക്കുറെ അനുകൂലമായ ദിവസമാണ്. കുടുംബത്തിൻ്റെ സ്ഥിതിയും ധനസ്ഥിതിയും ഏറെക്കുറെ അനുകൂലമാണ്. അപ്പോൾ നാളത്തെ ദിവസം സഹോദരന് ദോഷം വരുന്നൊരു ദിവസമാണ്. നല്ല ആരോഗ്യമൊക്കെ മെച്ചപ്പെട്ട ദിവസമാണ്. തൊഴിൽപരമായി ഏറെക്കുറെ നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. ധനനേട്ടവും കുടുംബത്തിൻ്റെ സ്ഥിതിയും ഏറെക്കുറെ തരക്കേടില്ലാത്ത രീതിയിൽ പോന്നു. എന്നെങ്കിലും ദാമ്പത്യ ജീവിത സുഖത്തിൽ കുറവ് വരും. മാതാവിൻ്റെ സ്ഥിതി അത്ര തൃപ്തികരമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകത്തില്ല. പിതാവിൻ്റെ സ്ഥിതിയും തൃപ്തികരമായ സാഹചര്യത്തിൽ കൂടിയല്ല. ശത്രുത നിറഞ്ഞ അനുഭവങ്ങളിൽ കൂടിയൊക്കെയാണ് മാതാവും പിതാവും കടന്നു പോവുക എന്നുള്ളത് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇത്തരത്തിലുള്ള അനുഭവങ്ങളൊക്കെ ആയിരിക്കും നാളത്തെ ദിവസം മകരക്കൂറിൽപ്പെട്ട ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടം 2 പാദം നാളുകാർക്ക് വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും കുംഭക്കൂറാണ്. കുംഭക്കൂറിൽപ്പെട്ട അവിട്ടം 2 പാദം, ചതയം, പൂർട്ടാതി, മുക്കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം സുഖസ്വസ്ഥതേതന്മാർ അത്ര അനുകൂലമായ ദിവസമല്ല. അതുപോലെ തന്നെ കുടുംബത്തിൻ്റെ സ്ഥിതി, ധനസ്ഥിതി വളരെ മോശം. നാളെ പണം കടം വാങ്ങിക്കേണ്ട സ്ഥിതി വന്നു ചേരും. അതുപോലെ തന്നെ നാളെ ഇവർക്ക് രോഗം വരുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രതിസന്ധി നിറഞ്ഞ ജീവിതാനുഭവങ്ങൾ, രോഗം, കടം, ശത്രുത എന്നിവയൊക്കെ വന്നു ചേരാൻ സാധ്യതയുള്ളൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. തൊഴിൽപരമായി നേട്ടമുണ്ടെങ്കിലും ആ നേട്ടം കുടുംബത്തിലേക്ക് വന്നു ചേരുന്നതിൽ ശത്രുത ഉണ്ടാകുന്നു, അവിടെ തടസ്സമുണ്ടാകുന്നു. അപ്പോൾ അങ്ങനെയുള്ള പ്രതികൂലമായ സാഹചര്യങ്ങളിൽ കൂടിയൊക്കെയാണ് നാളത്തെ ദിവസം കടന്നു പോവുക. പിതാവിൻ്റെ സ്ഥിതി പിതാവിന് അനുകൂലമാണെങ്കിലും പിതാവിന് ശത്രുത നിറഞ്ഞ അനുഭവങ്ങളൊക്കെ വന്നു ചേരും. മാതാവിൻ്റെ സ്ഥിതിയും അനുകൂലമല്ല. മാതാവിൻ്റെ സ്ഥിതിയിൽ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അതുപോലെ തന്നെ ഇവർക്ക് ദാമ്പത്യ പ്രശ്നങ്ങളും ഉണ്ടാകുവാൻ സാധ്യതയുള്ളൊരു സമയമാണെന്ന് അറിഞ്ഞുകൊള്ളുക. സ്ത്രീ മുഖേനയുള്ള ശത്രുതകളൊക്കെ ദാമ്പത്യ ജീവിതത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങൾ തന്നെയായിരിക്കും കുംഭക്കൂറിൽപ്പെട്ട അവിട്ടം 2 പാദം, ചതയം, പൂർട്ടാതി, മുക്കാൽ നാളുകാർക്ക് വന്നുകൊള്ളുക. പ്രത്യേകിച്ച് 7 ശനിയുടെ ഭാഗമായിട്ടുള്ള ദോഷവശങ്ങളുമൊക്കെ നാളെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെ വന്നു ചേരാത്തവർ വിചാരിക്കുക അവർ ജനിച്ച സമയത്ത് ശനിയും ഈ പറഞ്ഞ ഗ്രഹങ്ങളൊക്കെ നല്ല സ്ഥിതിയായിരുന്നു, അതുകൊണ്ടാണ് ദോഷമൊന്നും വരാത്തതെന്നുള്ളതും പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുക. ഇനി മീനക്കൂറാണ്. മീനക്കൂറിൽപ്പെട്ട പൂർട്ടാതി, കാൽ, ഉത്രട്ടാതി, രേവതി നാളുകാർക്ക് നാളത്തെ ദിവസം സുഖസ്വസ്ഥതേതന്മാർ അത്ര അനുകൂലമായൊരു ദിവസമല്ല. അതുപോലെ തന്നെ ധനത്തിൻ്റെ സ്ഥിതിയും അത്ര മെച്ചമല്ല എന്നുള്ളത് ഓർക്കുക. കുടുംബത്തിൻ്റെ സ്ഥിതിയും അത്ര മെച്ചമായ സാഹചര്യത്തിൽ കൂടിയല്ല നാളത്തെ ദിവസം കടന്നു പോവുക. അതുപോലെ തന്നെ മാനസികവും ശാരീരികവുമായ പ്രയാസങ്ങളൊക്കെ നേരിടുവാൻ സാധ്യതയുണ്ട്. മാതാവിൻ്റെ സ്ഥിതി അത്ര മെച്ചമല്ല, പിതാവിൻ്റെ സ്ഥിതിയും അത്ര മെച്ചമല്ല. പിതാവിന് ശത്രു നിറഞ്ഞ അനുഭവങ്ങളൊക്കെ വന്നു ചേരുന്നൊരു സമയമാണ്.
അതുപോലെ തന്നെ തൊഴിൽപരമായ നേട്ടം, സ്ഥിര ജോലിക്കാർക്കും സ്ഥിര വരുമാനക്കാർക്കുമൊക്കെ തൊഴിൽ നേട്ടവും ധനനേട്ടവും പ്രതീക്ഷിക്കാം. മറ്റുള്ളവർക്കൊക്കെ പല വിധത്തിലുള്ള പ്രതിസന്ധികൾ, ഭാഗ്യക്കേടുകൾ, ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ എന്നിവയ്ക്കും സാധ്യതയുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഇത്രയുമാണ് നക്ഷത്രപരമായി പറഞ്ഞു തരുവാനുള്ളത്. നാളത്തെ ദിവസം മഹാദേവൻ എല്ലാ പ്രിയപ്പെട്ടവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാ പ്രിയപ്പെട്ടവരിലും നാളത്തെ ദിവസം ഉണ്ടാകട്ടെ. പലവിധമായ വിഷയങ്ങളിൽ അകപ്പെട്ട് കിടക്കുന്നവരെ മഹാദേവൻ രക്ഷിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.